Once again, everybody, we welcome you into this mesmerizing world of music, laughter, and love. Are you all ready? Are you all ready? Are you all ready? Okay. So please put your hands together to welcome Dileep Kalabhavan. He has come all the way from UK to light up our evening with his wit and relatable humor. അനേകം കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് മിമിക്രിയുടെ ഏറ്റിലമായ കൊച്ചിൻ കലാഭവനിലൂടെ കലാജീവിതത്തിൽ തുടക്കം കുറിക്കുകയും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ കലാകാരനാണ് ദിലീപ് കലാഭവൻ. നമുക്ക് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. താങ്ക് യു നീലിമ ആൻഡ് പൂർണിമ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്കറിയാം
സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യമായ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ച് നിങ്ങൾക്ക് ഇന്നിവിടെ സ്നേഹമൊരുക്കുന്ന ഈ സ്നേഹിയ വിരുന്നിൽ, ഈ സന്തോഷ വിരുന്നിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഉള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട്, ഒരു വേദിയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ ഒരു കയ്യടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നീലിമയും പൂർണ്ണിമയും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബാലഭൂമിയിൽ വായിച്ചിട്ടുള്ള പങ്കരം ടിങ്കരം എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് നീലിമ പൂർണ്ണിമ എന്നൊക്കെ കേട്ടപ്പോൾ നല്ലൊരു രസം തോന്നി. നല്ലൊരു കൈയടി ആ പിള്ളേർക്ക് കൊടുക്കാം. കാരണം നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിച്ചതിന്. പിന്നെ എനിക്ക് എഴുതി വെച്ച് വായിച്ചും പറഞ്ഞൊന്നും ശീലമില്ല. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിന്ന് മറുപടി പറഞ്ഞാണ് ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കൈയടിക്കാമോ? ഈ പ്രോഗ്രാം നമ്മൾ കുറച്ച് പേരേ ഉള്ളെങ്കിലും പുറത്ത് 600 പേരെയൊക്കെ വേറെ സ്റ്റേജ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ കയ്യടി കേട്ട് പുറത്തുനിന്നുള്ളൊരു വിചാരിക്കും ഇവിടെ എന്തോ വലിയ സംഭവമാണ് നടക്കാൻ പോണെന്ന്. എനിക്ക് കറക്റ്റ് ലൈറ്റ് കാരണം നിങ്ങളിതൊന്നും കാണാൻ പാടില്ല. ആംസ്റ്റർഡാമിൽ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ തവണ വന്നത് വേറെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ വന്നപ്പോഴായിരുന്നു. 2ാമത്തെ പ്രാവശ്യമാണ് വന്ന് ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ അധികം 17 വർഷങ്ങളായിട്ട് ഒരുപാട് സ്റ്റേജ് ഷോസ് നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതും എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും മിമിക്രി സ്റ്റേജ് ആംസ്റ്റർഡാമിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷക്കാലം 2018 പ്രളയം കൊണ്ടുപോയി. അതിനുശേഷം 2020, 21, 22 കാലഘട്ടങ്ങളിൽ നമുക്ക് കൊറോണ എന്ന മഹാമാരിയിൽ എല്ലാവരും ഒന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒരു മൂളിപ്പാട്ട് പാടാനോ ഒക്കെ പേടിച്ചിരുന്ന കാലമായിരുന്നു. എന്തിനു വേണ്ടി ഓക്സിജന് പോലും നമ്മൾ ഓടിയിരുന്ന ഒരു കാലമായിരുന്നു. നമ്മളുടെ അടുത്തുള്ളവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ചിലപ്പോൾ ഈ സ്റ്റേജിൽ ഉണ്ടാവേണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ സ്റ്റേജിൽ ഉണ്ടാവേണ്ട പലരും ഇന്ന് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം, ഇല്ലേ? ഒരുപാട് പേര് ആംസ്റ്റർഡാമിലും UK-യിലാണെങ്കിലും എവിടെ യൂറോപ്പ് മൊത്തം ഒരുപാട് മരണം വിധിച്ചാണ്. അതുകൊണ്ട് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയാനായിട്ട് വേണ്ടേ നല്ല രീതിയിലൊന്ന് കൂവാമോ? മനസ്സറിഞ്ഞൊന്ന് കൂവിക്കൊന്ന് മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ജീവിച്ചിരിക്കുന്ന അറിയട്ടെ. കോട്ടും സൂട്ടൊന്നും ഇവിടെ നമുക്ക് വേണ്ട കേട്ടോ. ഒന്ന് കൂവിക്കുമെന്ന്. നിങ്ങൾ ജാക്കറ്റ് ഇട്ടിരിക്കുന്നു, പുറത്തുനിന്ന് എനിക്ക് തണുപ്പില്ലല്ലോ. അതാണ്. താങ്ക് യു. ഇനി നിറഞ്ഞൊരു കയ്യിലൂടെ ഈ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു 3 മണിക്കൂർ ഞങ്ങൾ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ മിമിക്രി വേണോ, പാട്ട് വേണോ? മിമിക്രി ചെയ്യണോ? മിമിക്രി ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്ങനെയാ വെച്ചാൽ നിങ്ങളൊന്ന് ഉണർന്നു വന്നാലാണ് മിമിക്രി. ഫസ്റ്റ് തന്നെ സ്റ്റേജിൽ കയറി ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതിലുപരി കുറേ ആൾക്കാർ ധൈര്യം കൊണ്ട് ചിരിപ്പിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഇന്നലെ ഈ സംഘാടകർ കുറച്ച് പേര് എന്നെ ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി. ആംസ്റ്റർഡാമിൽ കേൾക്കുമ്പോൾ നമുക്കറിയാലോ, എന്നാൽ ഇതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഞാൻ ഇതുപോലത്തെ ഷർട്ടൊക്കെ ഇട്ടാണ് പോയത്. ഇന്നലെ ചുണ്ട് പൊട്ടിയോണ്ട് വാസലും കിട്ടിയില്ല, ലിപ്സ്റ്റിക് ഇട്ടാണ് പോയത്. ചെന്ന് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ എവിടെയും കണ്ട പോയി എന്തോ സാധനം മേടിച്ചുകൊണ്ട് വരാം, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മഴ വന്നപ്പോൾ കയറി ഇന്നതായിട്ട് നോക്കിയപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, കയറി ഇന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഈ റെഡ് ലൈറ്റ് ഒരു കാബിൻ തുറന്നു കിടന്നു. ആൾക്കാർ കൊണ്ട് വില പേശി തുടങ്ങി. 5 രൂപയൊക്കെ പറഞ്ഞു എനിക്ക്. 50 പൗണ്ട് 5 രൂപ. ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇവർ നേരത്തെ പറഞ്ഞു തരണ്ടേ? സംഘാടകർ എന്നെ പറഞ്ഞു നിർത്തി, നേരെ റെഡ് ലൈറ്റിൻ്റെ തോട്ടി കൊണ്ട് നിർത്തി. എനിക്ക് കിട്ടിയത് 50 പൗണ്ട് എന്നിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഇനിയും പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവരെന്തൊക്കെയോ ചോദിച്ചു, ഏതൊക്കെയോ ഭാഷയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു പുള്ളി 100 പൗണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയില്ല. പക്ഷേ ഇന്നലെ പോയതിൽ പല മുഖങ്ങളും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെ ഇന്നലെ എന്നെ കണ്ടവരുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടി മറന്നേക്കിട്ടാ. പക്ഷെ നിങ്ങൾ വേറെ മോശം സാഹചര്യം എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും കൊള്ളാം. ഇവിടെ ഈ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു ഭാഗ്യമായി കാണുക. ലക്ഷത്തിൽ 1-2 പേർക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലെ കറണ്ട് ബില്ലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെയും വാടകയുടെയും ഒക്കെ കാര്യം മറക്കുക. ഈ 3 മണിക്കൂർ അടിച്ചു പൊളിക്കാനും സന്തോഷിക്കാനും ചിരിക്കാനും വേണ്ടി മാത്രമുള്ളതാണ്, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നിറഞ്ഞ കൈയ്യടി തന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രമുഖനായ വ്യക്തി നമുക്ക് ഒപ്പം പങ്കെടുക്കുന്നുണ്ട്. നല്ലൊരു കൈയ്യടി കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വാൾ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ദൃശ്യത്തിലെ അദ്ദേഹത്തെ ഭയങ്കര തിരക്കുണ്ടായിട്ട് നമുക്ക് വേണ്ടി ആ കലാകാരൻ്റെ വീഡിയോ വാൾ നമുക്കിത് കാണാം. ഞാൻ ചില്ലറക്കാരനല്ല. അനേകം കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മിമിക്രിയുടെ ഏറ്റിലമായ കൊച്ചിൻ കലാഭവനിലൂടെ കലാജീവിതത്തിൽ തുടക്കം കുറിച്ച് നിരവധി TV ചാനലുകളിലൂടെയും വിദേശ ഷോകളിലൂടെയും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ കലാകാരനാണ് ദിലീപ് കലാഭവൻ. ലോക മലയാള പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഫ്ലവേഴ്സ് ഒരുക്കിയ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയും 360ഓളം കലാകാരന്മാർ മാറ്റുരച്ച മഴവിൽ മനോരമ ഒരുക്കിയ മിമിക്രി മഹാമേള എന്ന പ്രോഗ്രാമിലൂടെയും ടോപ്പ് മാർക്ക് നേടി 5 ലക്ഷം രൂപ വിൻ ചെയ്ത ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഈ താരം.
2018 ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് 8 മിനിറ്റ് കൊണ്ട് 128 താരങ്ങളുടെ ശബ്ദം അനുകരിച്ച് ബ്രിട്ടീഷ് മലയാളി അവാർഡും ഈ താരം കരസ്ഥമാക്കി. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ തുടങ്ങി 14ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ച് ചലച്ചിത്ര മേഖലയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. സൂര്യ ടിവിയിലെ സ്ത്രീ എന്ന പ്രോഗ്രാമിന്റെ അവതാരകൻ കൂടിയാണ് ദിലീപ് കലാഭവൻ. 2019 ഒക്ടോബർ മാസത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന ചാരിറ്റി സ്കൈ ഡൈവിംഗിൽ 15,000 അടി ഉയരത്തിൽ ഫ്ലൈറ്റിൽ നിന്നും ജമ്പ് ചെയ്ത് കേരളത്തിലെ നിർധനരായിട്ടുള്ള 101 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ 50 ലക്ഷം രൂപ സമാഹരിച്ച കേരളത്തിലെ ഏക കലാകാരൻ കൂടിയാണ് ദിലീപ് കലാഭവൻ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം ദിലീപ് കലാഭവൻ. താങ്ക് യു. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. വേറെ ആരുമില്ല, എന്നെ പൊക്കി പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ആദ്യം ആങ്കർ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇതിട്ടാലേ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. നിങ്ങൾ ഇത്ര ഉളുപ്പുള്ളവനെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ല മക്കളെ, ചിരിയല്ല അരിയാണ് മുഖ്യം. അതുകൊണ്ട് നന്നായിട്ട് കൈയടിച്ചേ ഒരിക്കൽ കൂടെ. എൻ്റെ വീഡിയോ പ്രൊഫൈൽ കണ്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് പറയാമോ? ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ആരെ? പക്രുസേനെ പൊക്കിയത്. ഓക്കെ, ഫ്ലൈറ്റിൽ നിന്ന് ചാടിയത്. ഇത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. 8 മിനിറ്റ് കൊണ്ട് 128 പേരെ ശബ്ദം അനുകരിച്ചിട്ടാണ് കിട്ടിയത്. കോമഡി ഉത്സവത്തിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണല്ലോ ആംസ്റ്റർഡാമിൽ ഒരു മിമിക്രി പ്രോഗ്രാം വന്നത്. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഒരു പരീക്ഷണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമോ? 6 മിനിറ്റ് കൊണ്ട് 101 പേരെ ഒരു സൗണ്ട് എടുക്കാൻ. ഇതൊരു വേൾഡ് റെക്കോർഡാണ്. ഞാൻ ഒരു അറ്റംപ്റ്റ് ഇവിടെ ഒന്ന് ശ്രമിക്കുകയാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. കാരണം 6 മിനിറ്റ് കൊണ്ട് ഒരു 101 പേരെ സൗണ്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. ചെയ്തോട്ടെ? പക്ഷെ ചെയ്യുമ്പോൾ എനിക്ക് ഓ എന്ന് ഈ ചേച്ചി ആ ചേച്ചിക്ക് ഒരു ഐഡിയ കൊടുത്തേ. അത് മാത്രമല്ല, നന്നായിട്ട് കൈയടിക്കുകയോ കൂവൊക്കെ വേണം. കാരണം ഒരുപാട് പഴയ നടന്മാരുണ്ട്, പുതിയ നടന്മാരുണ്ട്. 101 പേരെന്ന് പറയുമ്പോൾ 6 മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു നടനെ ശബ്ദം എടുക്കാൻ 3-4 സെക്കൻഡാണ് എനിക്ക് കിട്ടുള്ളൂ. ആ നടനെ മനസ്സിലാക്കണം, ആ സിനിമ മനസ്സിലാക്കണം, ആ ഡയലോഗ് മനസ്സിലാക്കണം. അതിലുപരി 100 കിലോയുള്ള ഈ ശരീരത്തിലേക്ക് ഓക്സിജൻ എടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ എനിക്കുണ്ട്. തണുപ്പാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് ഇന്ന് ചെയ്യട്ടെ? ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ചെയ്തോട്ടെ? ഓക്കെ ആണോ? അതിന് മുമ്പ് എൻ്റെ സ്പോൺസർ എന്തേ? സിജു എന്തേ? അവിടെ മുങ്ങിയോ? അളിയ പരിപാടി കയറി കത്തുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് കൂവിക്കേ. ഓക്കെ, ഇനി കയ്യടി കേട്ടോ. ഓരോ നടന്മാരും മാറുമ്പോൾ കയ്യടിക്കണം, എന്നാലാണ് എനിക്ക് കിട്ടുള്ളൂ. കയ്യടി ബോറായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 30 നിർത്തും, അല്ലെങ്കിൽ 40 നിർത്തും. ശ്വാസം കിട്ടുവാണെങ്കിൽ 50, മാക്സിമം 75. ഇതൊരു വേൾഡ് റെക്കോർഡ് പെർഫോമൻസ് ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പറ്റുവാണെങ്കിൽ 101. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ആംസ്റ്റർഡാമിന് സ്വന്തം. ഓക്കെ, റെഡിയാണോ? മുകളിലെ ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഇംഗ്ലീഷാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഡച്ച് ആയതുകൊണ്ട് എനിക്കത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഹലോ, റെഡി? സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. നിങ്ങൾ കൈയടിച്ചിട്ടുണ്ട്, എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ? ചുമ്മാ നിങ്ങൾക്കാണല്ലോ ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ എന്നേക്കാ ടെൻഷൻ. Tobacco use leads to cancer, such as heart attack. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഒരു മിനിറ്റ്, പ്ലീസ് സ്റ്റോപ്പ്. ഐ നീഡ് ലിറ്റിൽ മോർ വോയിസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. ഹലോ 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 ചെക്ക്. ഹലോ ഹലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. Tobacco use leads to cancer, such as heart attack, lung disease. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയിൽ നിന്ന് വെളിച്ചം വീശുന്നത് കഴിഞ്ഞ അനന്തം അജ്ഞാതം പരിപാടിയിൽ അടുത്തത് മൂലനാളിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. മൂലനാൾ കറുപ്പത് മെസോപ്പൊട്ടേമിയയുടെ തലസ്ഥാനമായ അമ്പരച്ചുംബികളുടെ നഗരം ഞങ്ങളെ ഹഠാത് ആകർഷിച്ചു. ഹാ, താനാ ശങ്കുണ്ണിയാരുടെ മോനല്ലേ? കരിക്കാശ്ശേരിയിലെ ഉണ്ണികൃഷ്ണൻ. എടോ, ഓ പിടികിട്ടി പട്ടച്ചാരായം കയറ്റി കൊട്ടാരം നാറ്റിച്ചു. എടോ രാഘവ, എനിക്ക് സീതയുമായിട്ട് എന്താ ബന്ധം? വലിയ പ്രേമവും മണ്ണാങ്കട്ടി. ഹലോ, മിസ്റ്റർ മേനോൻ, എനിക്കറിയാൻ വെള്ളത്തിന് ചോദിക്കുക. താനെന്ത് മെമ്പർ വിട്ടു? ഹാ, കൊച്ചുകള്ള അല്ല നായിൻ്റെ മോനെ. എൻ്റെ കാര്യം നമ്മൾ പിള്ളച്ച
പിള്ളേര് കണി കാണിച്ചത് കേട്ട് എന്താ കാണിച്ചത്? ചന്തീന്ന് വേണ്ട കുണ്ടിനാവർ അമ്പടി ചിഞ്ചില്ലാങ്കടി. ആ പ്രേമമോ എനിക്കോ അമ്പടി ചിഞ്ചില്ലാങ്കടി. മഹേശ്വരി, ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ച് വി ആർ കുലീസ് ട്രോളി പിള്ളേഴ്സ് ബട്ട് നോട്ട് ബഗേഴ്സ്. ഇഫ് മിസ്റ്റർ വില്യം ഡി ക്രൂസ്, ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ പൊണ്ണത്ര ഈശ ഒരു കർണത്തടിച്ചു പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് താഴെ 3 പെമ്മക്കൾ. അതിരുകാക്കുന്ന മലയൊന്ന് തൊടുത്തേ തുടുത്തേ തകതകതാ. കൊഞ്ഞ 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 ഈ താമരശ്ശേരി. എന്റെ പേര് മാള കയ്യില് വാള സജിയില്. എന്റെ അത്തിപ്പറബച്ചി പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നീ ആരുമാണ്? പ്രേം ചോപ്രയോ? അപ്പുകുട്ടാ, ഒരു കാലത്ത് ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് കഞ്ചാവിന്റെ മയക്കുമിന്റെ മിസ്റ്റർ വിഷം, താൻ അവിടം വരെ ഒന്ന് പോണം, അവരുമായി സംസാരിക്കണം. ഒന്ന് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാവുന്ന നിസാര പ്രശ്നം. അയ്യോ പാപം ആമ്പടി കൊച്ചു കള്ളി വന്നാട്ടെ. 15 കൊല്ലമായി നമ്പര് സർവീസിൽ കയറിയിട്ട്. ഇങ്ങനെയാണ് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. ഇടിച്ചവന്റെ ഇല്ലെങ്കിൽ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരും എന്റെ ഹീറോസ്. നേരെ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. മരം വെട്ടുകാരനായിരുന്നു തിരുമേനി. ഇപ്പൊ ചായോ ഈ പാബിങ് എത്തി. ഇത് മൂന്നാറിൽ നിന്ന് കുറച്ച് തേയില. തേക്കാല കല്യാണി പശുവിന് തീരം വന്നപ്പം ഓരോരുത്തര് കോപ്പർ. പിള്ളച്ചന്റെ ബോക്കന്റെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും. പിള്ളച്ച എന്നാ ചങ്ങട് ചെയ്യുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മറ്റേതാന്ന് പറഞ്ഞത്. ഏതാണ് ആ ജാതി? ഭരണം മിസ്റ്റർ ഇന്ദുചൂടൻ. വിനാശകാലെ വിപരീത ബുദ്ധി. പണ്ട് കേരള എനിക്ക് ഡൽഹി മാത്രമല്ലടാ പിട്ടി. ഞാനൊരു പോക്ക് പോയാലേ നിന്നെ സാറേ ഈയാടിനെ കൊന്ന പുണ്യം കിട്ടൂ സാറേ. എങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അമ്മച്ചി ഒരു കയ്യിൽ എന്നെയും ഒരു കയ്യിൽ ആൻഡ്രൂസിനെ പിടിച്ചുകൊണ്ട് അമ്മച്ചി പണ്ട് ഭൂതത്തമ്മ നിധി. അയ്യോ ചിരി കണ്ടില്ലേ? മണി വണ്ടി വിട്. ഒരു കോളേജ് ആകുമ്പോ അധ്യാപകരും വിദ്യ തമ്മിൽ തട്ടിന്ന് മുട്ടി നോക്കിയിരിക്കും. അതിന്റെ പേരിൽ മറ്റേ എന്ത് കണ്ടിട്ട് അടി അഹങ്കരിക്കുന്നേ? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട ഒരു കാറ് കത്തി എനിക്ക് പുല്ല. പകരം നിന്റെ തറവാട് കത്തിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. മേരെ സ്കൂളിലെപ്പോഴേ കേസ്റ്റിക്കാനല്ലേ അവിടുത്തെ എസ് പിള്ളേർ ഇടി അവസാനത്തിൽ. എന്റെ പൊന്നി വിനോദി, ഒരു 100-110 വർഷം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഗോവയ്ക്ക് പകരം വെച്ചിരിക്കുന്ന പൈസയാണ്. ജാവ സിമ്പിൾ ആണ്. ആംസണ മലയാളി ഭയങ്കര പവർഫുൾ ആണ്. എടാ കൃഷ്ണ, ആ 2 കപ്പ് റേക്കിടെ കൂട്ടിട്ടുണ്ടാ. അവരിഞ്ഞൊറക്കുന്നതാണ് തന്നെ, അവരിഞ്ഞൊറക്കും. അപ്പൊ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തരും. ഇവിടെ വന്നെ ഒരു കാപ്പി കുടിക്കണം പോകണം. കുഞ്ഞിന്റെ പേര് മല. കുഞ്ഞിന്റെ പേര് അതെ ഇത് കുറച്ച് വരാല കൊടുമ്പിളി ഇട്ട് വെച്ചാൽ തകർക്കും. അത് നിങ്ങൾ ചെയ്ത് മൊത്തത്തിലൊരു പെർഫോമൻസ്. നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എയറിലാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ എനിക്കുള്ളൂ. അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമസ്കാരം മുകേഷ് ഏട്ടാ. ഞാനും ധർമ്മനും കൂടി ഒരു സ്കൂളിൽ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ രാജപ്പ് വെളിച്ചത്തിൽ പെയിന്റ് അടിക്കണേ. എന്തിനാ രാഘവ വെളിച്ചം? അടുത്തൊരു 10,000 രൂപയുടെ ചോദ്യമാണ്. ഈ പാട്ടിൽ എത്ര വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക നീ എനിക്ക് ശരണം. അത് കിടുക്കി തിമിർത്തു കലക്കി. നിനക്ക് പട്ടായിക്ക് തന്നെ പോണം. कमाल करती हो या कमाल करती हो, इधर भी लड़कियां उधर भी लड़कियां. अरे सिमरन बेटी, तू ना मेरा जूता साफ करो. ऐसा नहीं, अपना मुंह से 1 करोड़ रुपए में लिखने की दवा लिखेगा. 20 लाख 30 लाख 50 കംസ. ഉലകമെങ്കും സിന്നത്തരയിൽ വർണ്ണക്കോലങ്ങൾ പടപതുങ്ങൾ രാഷ്ട്രീയ ആരോഗ്യമാണ് കൊണ്ട്. കണാ തമിഴ് പടങ്ങളെ മാറി മീസ മുറുക്കി കിട്ടും. मेरे प्यारे देशवासियों, आज एक शुभ कामना है. आज 12:30 പ്രധാനമന്ത്രി പറഞ്ഞതിലും കാര്യം മുണ്ടി കേട്ടു. അരി പറഞ്ഞിട്ടു. ഞാൻ ഇത്രയും കാലം മാത്രമേ അപ്പനിക്ക് ഒറ്റ കണ്ണോട് നോക്കി കേട്ടു. കണിമകലത്തിന്റെ നാശം പോയിക്കട്ടെ. അതിന്റെ മേൽക്കു വീരേന്ദ്രൻ അവന്റെ മകനാ ആദിത്തമ്പുരാനേ. ഹുയ് ആരോ പിടിച്ചു വലിക്കുന്നു ഒടിക്കുന്നു. എക്സ്ക്യൂസ് മീ, എന്താ പ്രശ്നം? ആരാ മരിച്ചത്? എപ്പോഴാ? അത് ഞാനും ദിലീപൂടെ കൂടി മീശമാധവനെ പടം ചെയ്യും. ഞാനും അൻസാറും സൈനുദ്ദീനും പണ്ട് കലാഭവനിലുണ്ടായിരുന്നപ്പോ ലാലിനായിരുന്നു ഏറ്റവും കൂടുതൽ കൈ. പ്രേമം പൊളിച്ചു മണം കേട്ട നീ കൊടുക്കുന്ന ഗ്ലാമറാണ്. അപ്പം നീ മോളെ സിന്ധു, ഞാനൊരു പാവം പോലീസ് ഇൻസ്പെക്ടർ. ഇതുപോലുള്ള മാധു ഒരു കിസ് തരൂ. വെറുതെ വേണ്ട, കടായിട്ട് മതി. വേണം ഞാൻ തിരിച്ചു വന്ന്
എന്റെ പൊന്നുമോനെ മുന്ന, നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാൾ തല്ലി തകർത്തത്. ഈ നാടും നാട്ടുകാരും ഓ വിലാസിനി കണ്ട ചട്ടനെയും പൊട്ടനെയും എല്ലാം 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 ഞാനോ. എന്റെ പൊന്നുമോനെ സുധി, നീ ആ ഓട്ടോ എടുത്തുനിന്ന് സമ്പാദിക്കുമ്പോ അവളെയും കൂട്ടിയ കോളേജ് ആശാ പരാശു 2 രൂപ കിട്ടിയിരുന്നെങ്കിൽ ബീഡി തങ്കമ്മേനെടുത്ത് ശശിയേട്ടാ മല്ലിപ്പൊടി 100, മുളക് പൊടി 1/4, പിന്നെ 3/4 കിലോ തക്കാളി. കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനോ. ഏഞ്ചലേ, ആറ്റിങ്ങിലാണോ വീട്? അവിടെ HDFC ബാങ്ക് വരയ്ക്കുന്ന ഭാസ്കരനല്ലേ? വി ആർ വെരി ക്ലോസ്. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘ. ഓ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്തയോ, നിന്റെ വീട്ടിൽ ഇതിന് മാത്രം പാണം വെള്ളത്തി വിടുന്ന കൊള്ളാലോ. കൂമൻശ്ശേരി പള്ളി വികാരി ഒറ്റപ്ലേക്കന. പള്ളി പൊളിച്ച് കളയണോ, ബാൻ തിരിച്ചു വിളിക്കണോ, അതോ സോളവൻ? എടേ മാനുവലേ, നിനക്ക് തരാളെ ഞാൻ തരും, നീ പോയിട്ട് പിന്നെ വേടാ. ഈ പണം എന്ന് പറഞ്ഞാൽ എൻ്റെ 5, 25, 3, 15. എടാ കൊച്ചേ കുഞ്ഞെ, അമേരിക്കൻ ഒരു ആലോചന വന്നത് ചന്ദനം മണക്കുന്ന കൈതയ്ക്ക് അതിന്റെ സുഗന്ധം അറിയുള്ളൂ, അതിന്റെ ഭാരം അറിയില്ല. അതുകൊണ്ട് പണി പാലും. ആരായിരുന്നു സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്തം കുടിയേറുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി സധൈര്യം. എനിക്ക് തൃപ്തിയായി കൂട്ടാ. എന്നെ മനസ്സിലാക്കാൻ എന്നെ മനസ്സിന്റെ അമ്മാവ് ചെറിയമ്മ വലിയമ്മ ഞെട്ടിക്കുന്ന രഹസ്യം കയ്യിലിട്ട് അമ്മനും മാത് നില്ലി 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 എന്തോന്നാണ് ഇത്? പുല്ല് രാത്രി. അയ്യോ സാറന്മാര്, ഇതെന്റെ സ്വന്തം മുറി, ഇതെന്റെ സ്വന്തം ഭാര്യ, ഇതെന്റെ സ്വന്തം കട്ടില്. ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഗവൺമെന്റ് തികച്ചും 5 വർഷം ഭരിക്കും. ഞാൻ KPCC പ്രസിഡന്റ് കൊണ്ട് KSRTC പോലെ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാന്ന് വിചാരിക്കണ്ട. എന്തിനെങ്കിലും തെളിവുണ്ടോ? അതിവേഗം ബഹുദൂരം. എടോ, ക്യാപിറ്റൽ പണിഷ്മെന്റിലൂടെ, വെട്ടിനിരത്തൽ സമരങ്ങളിലൂടെ അത് വലിയ പൈസ ചെയ്തിട്ട് പറയുകയാണ്. ഞാൻ വന്ന് കേന്ദ്രത്തിന് കച്ചിരവെന്ന് കഞ്ഞി വെക്കിയിട്ട് അടുപ്പിൽ. ആര് പറഞ്ഞു മാടി കോഴാൻ മേടിച്ചെന്ന്? നിങ്ങൾ പാലായിലേക്ക് മികച്ച നടി നസ്രുദ്ദീൻ ഷാ, മികച്ച നടൻ നസ്രുദ്ദീൻ ഷാ. അത് മലയാള സിനിമയുടെ ഒരു പ്രബന്ധം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഏറ്റവും. ഓ അവൻ്റെയൊക്കെ പേരുണ്ടല്ലേ, ദാസപ്പൻ. ഓ ഒരു KSRTC ബസ്സിൽ കണ്ടക്ടറൊക്കെ വലുത് ഡ്രൈവറാണ്. ഇവിടെ പറയാത്ത കാര്യങ്ങൾ അവിടെ. മണിയെ കുറിച്ച് ആളുകൾ പറയുന്നത് വരെ മോശം അഭിപ്രായമാണല്ലോ മണി. ആ നടിയെ പാത്രക്ക് വിജയ പാത്രക്ക് എന്നാ പാത്രക്ക് എന്താ പറയുന്നത്? എടെ കൊച്ചു കഴിവറിക്ക മക്കളെ, നിന്റെ അപ്പൻ കൊച്ചുതോമ. അടുത്ത മിമിക്രിക്കാരെയും സിനിമക്കാരെയും തമ്മിലുള്ള നമ്മൾ തമ്മിൽ പരിപാടിയിലേക്ക് ഒരിക്കലും സായം ചെയ്യുന്നു സൂര്യദേവിയുടെ നമ്മൾ തമ്മിൽ പരിപാടി. ഇനി ആംസ്റ്റർഡാം മലയാളികളെ എനിക്ക് വേണം. നിങ്ങളെ ഞാനങ്ങ് എടുക്കുക. പോയി വന്നു. ശുഭരാത്രി, ശുഭ നിദ്ര. താങ്ക് യു. കുറച്ച് മൈക്കിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്. അത് എനിക്കറിയാവുന്ന ലാംഗ്വേജിൽ ഇവരോട് പറയുമ്പോഴല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കയ്യടി. 101 അപ്പം ഇനി ധൈര്യമായിട്ട് എനിക്ക് ആ വേൽ റെക്കോർഡ് അറ്റംപ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഒരു പരീക്ഷണമായിട്ട് കാണേണ്ട ഇതൊരു ആത്മാർത്ഥ കുറച്ച് കൂടിപ്പോയിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം ഇവിടെ ആദ്യമായിട്ടാണ് മിമിക്രി വന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊരു എക്സ്ട്രാ എനിക്കൊരു സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ട് ചെയ്യുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൂക്കിയേ. ഇനി ഈ ചില അയലോക്കംകാരുണ്ട് എൻ്റെ ഈ നാട്ടിലുള്ളവർ, അവർ ചിലപ്പോൾ എൻ്റെ പരിപാടി കണ്ടിട്ടുണ്ടാവില്ല, ഈ കൂല് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാൻ മതി, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. കണ്ടോടാ, ഇവിടെയൊക്കെ ഉണ്ട്. മതി ധാരാളം. പിള്ളേരൊക്കെ ഇരുന്നോ, മതി ധാരാളം. ഓക്കെ, താങ്ക് യു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ പൊക്കി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ശരിയല്ല, അരിയാണ് മുഖ്യം. ഇനി വേദിയിൽ മറ്റൊരു അനുഗ്രഹീതനായ കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുണ്ട്. അതിനുപരി നിങ്ങളെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ഗാനമേളകൾ മിസ് ചെയ്യുന്നുണ്ടാവും. ഗാനമേളയിലെ ഒരു കാലത്തെ ഏറ്റവും തിരക്കേറിയ താരമായിരുന്നു. മൂവാറ്റുപുഴ ഏഞ്ചലേഴ്സിൻ്റെ സിംഗറായിരുന്നു. ആലപ്പുഴ ബ്ലൂ ടൈംസിൻ്റെ സിംഗറായിരുന്നു. കൈർലി TMT പട്ടൂർമാല എന്നൊരു പ്രോഗ്രാമിൻ്റെ കണ്ടസ്റ്റന്റ് കൂടിയാണ്. നല്ലൊരു കൈ കൂടി സ്വാഗതം ചെയ്യുന്നു. മെജോ ജോസഫ്. നല്ലൊരു കരങ്ങൾ സ്വാഗതം ചെയ്യാം മെജോയിനെ. ഇപ്പം ഇവിടെ മെജോ ഒരു പാട്ട് പാടണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. അവിടെ ഓഡിയോ ഒക്കെ റെഡിയാണോ? ആണോ? ഏതാ? ഓക്കെ. ലാലേട്ടൻ ഫാൻസ് ഉണ്ട് ഇവിടെ. ലാലേട്ടൻ ഫാൻസ്. ഒരു 80-90 ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ ഇപ്പൊ ഗാനമേള രീതിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. പാടിയാലോ? ഹലോ. നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കേൾക്കാമോ? ചേട്ടാ പ്ലേ ചെയ്യാവോ? ഇപ്പൊ രാവിൻ പൂന്തേ കേട്ടാലോ? ഇനി നമ്മൾ ഇരിക്കുമൊന്നും വേണം, വാ കൈയടി. അതേപോലെ തുള്ളാനുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ പോരേട്ടോ.
രാവിൻ പൂത്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ അറിയങ്കാവിൽ വേല കഴിഞ്ഞു അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം രാവിൻ പൂത്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ നിങ്ങളെ കൈയടിപ്പിക്കാൻ തുള്ളിക്കാനും ആരും ഇല്ലാട്ടോ. കാലം കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് വേണേ നമുക്ക് തുള്ളാനുള്ള അവസരം. വാ കയറി വാ, പൊളിച്ചോ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമാരി ചെയ്യുമ്പോൾ ആരാമമാകുന്നു രാമൻ തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമാരി ചെയ്യുമ്പോൾ ആരാമമാകുന്നു രാമൻ വെള്ളി നിലാവിൻ വെൺപട്ടു ചൂടും ആരിൻ പൂമണി മാറിൽ അല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം ലാ 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 രാവിൻ പൂത്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ മാനത്തെ മറത്തിൽ നിന്നും മാണിക്ക കല്ലിട്ടതാര് മാണിക്യം കാണാതെ രാവും മാറാപ്പു തേടുന്നു രാവ് മാനത്തെ മറപ്പിൽ നിന്നും മാണിക്ക കല്ലിട്ടതാര് മാണിക്യം കാണാതെ രാവും മാറാപ്പു തേടുന്നു രാവ് വെള്ളി നിലാവിൻ വെൺപട്ടു ചൂടും ആരിൻ പൂമണി ആറിൽ അല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാടി ഭൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം ലാ 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 രാവിൻ പൂത്തേ തേടും പൂക്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ അറിയങ്കാവിൽ വേല കഴിഞ്ഞു അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം ലാ 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 ലാ. താങ്ക് യു സോ മച്ച്. തൽക്കാലത്തേക്ക് നമ്മൾ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അതിനുശേഷം വീണ്ടും വരും പാട്ടും മിമിക്സും കോമഡിയും. ഒപ്പം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗെയിം ഷോ ഒക്കെ ആയിട്ട് പോവാം. നിങ്ങൾ പറഞ്ഞാൽ മതി, ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റെഡി അല്ലേ? ആ, ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഇന്നലെ കണ്ട മുഖങ്ങൾ, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് കൂക്കിയേ. ആ ഓക്കെ, താങ്ക് യു.